ഞാൻ ഒരു കാസ്റ്റിംഗ് കോളിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിന്റെ ഓഡീഷൻ ഇല്ല. അപ്പൊ എനിക്ക് പോവാം. എടാ ഇവിടെ ഞാൻ അവിടെ കൊണ്ടാക്കട്ടെ അനിയത്തിനെ? ഞാൻ വേറെ എവിടെ കൊണ്ടാക്കൂടാ. ഇങ്ങോട്ടൊന്നും കൊണ്ടുവരല്ലേ, പ്രശ്നമാവരുത്. പിന്നെ ഓട്ടിസൊക്കെ ഭയങ്കര സീനല്ലേ, വാലന്റൈൻഡേ ആയി സീനായി കഴിഞ്ഞാൽ ഇവിടുത്തെ ഫ്ലാറ്റുള്ള എല്ലാവരും പറയും പിന്നെ പ്രശ്നമാണ്. വേണ്ട വേണ്ട, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഇല്ല, അവള് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, അവള് അടങ്ങിയിരുന്നോളൂ. എടാ നോക്ക്, കുഴപ്പമില്ല. ഞാനേ അവളെ അതുകൊണ്ടാക്കാം. ഒന്ന് നോക്കിയാൽ മതി, നീ നോക്കിയാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഓക്കെ. ഞാൻ വരച്ചുതരാം, നല്ലോണം വരച്ചുതരാം. നല്ലോണം വരച്ചുതരാം. എടി പക്ഷെ നിന്റെ ഒരു ചേട്ടനല്ലേ, പുള്ളിക്കാരൻ ഡോക്ടറോ കുട്ടികളെ നോക്കുന്ന ആളോ എന്തോ, പുള്ളിക്കാരൻ നമ്പർ എന്തോ കുറച്ച് അത്യാവശ്യം. ഹലോ, വർഷ പറഞ്ഞിരുന്നല്ലോ, എന്തായിരുന്നു കാര്യം? ഓട്ടിസം അല്ലേ? ഓക്കെ ഓക്കെ. ഓട്ടിസം എന്ന് പറയുമ്പോഴേ ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. ഇത് കൂടുതൽ ബോയ്സിലാണ് ഓട്ടിസം ഡയഗ്നോസ് ചെയ്യുന്നത്. പിന്നെ കോഗ്നിറ്റീവ് സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റിലൊക്കെ ഒരു പിന്നോക്കമായിരിക്കും. അതായത് ബുദ്ധിപരമായ വളർച്ച, സോഷ്യൽ ഇന്ററാക്ഷൻ, കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഈ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ ഇവർക്ക് വളരെ കുറവായിരിക്കും. ഇവരില് റെപ്പിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒക്കെ കൂടുതലായിട്ട് നടക്കുന്നതാണ്. പിന്നെ ഈ ലൈറ്റ് സൗണ്ട് പോലുള്ള സ്റ്റിമുലസിനോടൊക്കെ ഇത് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. നമ്മളിപ്പോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. മെയിനായിട്ടും ബോയ്സിലാണ് കൂടുതൽ ഓട്ടിസം ഡയഗ്നോസ് ചെയ്യുന്നത്. പിന്നെ ഗേൾസിന്റെ കേസ് വരുമ്പം നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം, പ്രത്യേകിച്ച് ഈ മെൻസ്ട്രുവേഷന്റെ ടൈമിലൊക്കെ. അവരെ നമ്മൾ മനസ്സിലാക്കുക, അല്ലാതെ അവരെ ജഡ്ജ് ചെയ്യാനോ അവരെ കറക്റ്റ് ചെയ്യാനോ ഒന്നും നമ്മൾ ശ്രമിക്കരുത്. അതാണ് വേണ്ടത്. Mm-hmm.